ഹായ് ഓൾ, once again വെൽക്കം ടു CSC എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻ പോയിന്റ് ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ എങ്ങനെയാണ് എഫേർട്ടും ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, നമ്മുടെ പ്രോജക്റ്റിൻ്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ലൈൻസ് ഓഫ് കോഡ്. ഈ ലൈൻസ് ഓഫ് കോഡ് നമ്മൾ എഫേർട്ടും ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ആ ഒരു പോർഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കൊന്ന് നോക്കാം. സോ ലൈൻസ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എത്ര ലൈൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിനെ ലൈൻ ബൈ ലൈൻ കൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻസ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ we can say that the lines of code, it is a metric that measures the size of a project by counting the number of source instructions in the developed program. നമ്മുടെ പ്രോഗ്രാമിനകത്തെ നമ്പർ ഓഫ് സോഴ്സ് ഇൻസ്ട്രക്ഷൻസിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലൈൻസ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഇനി ഇത് കൗണ്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ കമൻസിനെയും ഹെഡർ ലൈൻസിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലൈൻസ് ഓഫ് കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് പ്രോജക്റ്റിലെ കോഡിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ആദ്യമേ പ്രോജക്റ്റിൻ്റെ സൈസ് ലൈൻസ് ഓഫ് കോഡ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവണം എന്നില്ല. ഓക്കെ, ഇനി യൂഷ്വലി പ്രോജക്റ്റ് മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോജക്റ്റിൻ്റെ നമ്മുടെ പ്രോജക്റ്റ് LOC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രോഗ്രാമിനെ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഓരോ മോഡ്യൂളിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വീണ്ടും അതിനെ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം ഈ ഒരു പെർട്ടിക്കുലർ സബ് മോഡ്യൂളിൽ ഇത്ര ലൈൻസ് ഓഫ് കോഡ് കാണും. സോ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ലൈൻസ് ഓഫ് കോഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലൈൻസ് ഓഫ് കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രഡിക്ഷൻ തന്നെയാണ്. ബിക്കോസ് നമുക്ക് ഒരിക്കലും ആദ്യമേ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനകത്ത് ഇത്രയും ലൈൻസ് ഓഫ് കോഡ് കാണും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്രെഡിക്റ്റ് ചെയ്താൽ പോലും അത് തന്നെ ആയിരിക്കും ആക്ച്വൽ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ എമൗണ്ട് ഓഫ് എഫേർട്ട് ദാറ്റ് വിൽ ബി റിക്വയർഡ് ടു ഡെവലപ്പ് എ പ്രോഗ്രാം as well as to estimate the programming productivity or maintainability once a software is produced. Okay, and there are two types of lines of code. One is physical LOC and the other is logical LOC. Physical LOC എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട് അതിൻ്റെ കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, അതായത് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കമൻറ്റ് ലൈൻസും ഹെഡർ ഫയൽസും അവോയ്ഡ് ചെയ്തിട്ട് എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതിനെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ LOC എന്ന് പറയുന്നത്. ഇനി ലോജിക്കൽ LOC എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ലൈൻസ് എക്സിക്യൂട്ട് ആകും, ഏതൊക്കെ എക്സിക്യൂട്ട് ആവാതിരിക്കും. അപ്പോൾ അതിലെ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലോജിക്കൽ LOC എന്ന് പറയുന്നത്. സിമിലർ ടു നമ്മുടെ ഒരു ഇഫ് ലൂപ്പ് എടുക്കുകയാണ്. ആ ഇഫിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള കുറേ കണ്ടീഷൻസ് വർക്ക് ചെയ്യും, കുറേ വർക്ക് ചെയ്യണം എന്നില്ല. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഇസ് ഫിസിക്കൽ LOC. So physical LOC is a count of lines in the text program source that is present physically. It includes all the header files, the command lines in the program. There will be blank lines that will also be included. ഒരുപാടൊന്നുമില്ല, 25% കൂടുതൽ ബ്ലാങ്ക് ലൈൻ ഉണ്ടാകാതിരുന്നാൽ മാത്രം നമുക്കത് കൗണ്ട് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഓൾസോ മെഷേഴ്സ് ബൈ പാഴ്സിങ് ദ ഫയൽ ഓഫ് സോഴ്സ് കോഡ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫിസിക്കൽ LOC. ഇനി നമ്മൾ ലോജിക്കൽ LOCയെ കുറിച്ച് പറയുവാണെങ്കിൽ
It attempts to measure the number of actually executable statement. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ലോജിക്കൽ LOC എന്ന് പറയുന്നത്. ഇവിടെ ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സോ ഹെഡർ ഫയൽസോ കമൻറ്റ് ലൈൻസോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൗണ്ട് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ ക്യാരക്ടറിസ്റ്റിക് ദാൻ ഫിസിക്കൽ LOC ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ കോഡിംഗ് സ്റ്റൈൽ. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും കോഡ് ചെയ്യുന്നത്. ചിലർ എലോബറേറ്റ് ആയിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്, ചിലത് അവരുടെ ലോജിക്ക് അനുസരിച്ച് അവർ കൺസൈസ് കോഡിലോട്ട് കൊണ്ടുവന്നിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യും, ഫൈനൽ പ്രോഗ്രാമിങ്ങിൽ കാണും. ഓക്കെ, ഒരു ചെറിയൊരു ഡിഫറൻസ് പറഞ്ഞേക്കുവാണ്. നമ്മുടെ ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഫിസിക്കൽ ലൈൻസ് ഓഫ് കോഡും ലോജിക്കൽ ലൈൻസ് ഓഫ് കോഡും എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഫിസിക്കലി നോക്കുവാണെങ്കിൽ നമ്മുടെ ഓരോ ലൈൻ ബൈ ലൈനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉള്ള ലൈൻ എന്ന് പറയുന്ന ഒറ്റൊരു ലൈൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ ലൈൻസ് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് അസ്യൂം ചെയ്യും. നേരെ മറിച്ച് ലോജിക്കൽ LOC ആണെങ്കിൽ ഇത് ഒരു സെറ്റ്, ഇതൊരു സെറ്റ്. സോ ലോജിക്കൽ LOCക്കകത്ത് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. ഇതിനകത്ത് ഫിസിക്കൽ LOC എന്തായിരിക്കും, 1 2 3 4. ഇനി ഫിസിക്കൽ LOC ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കമൻസും ഹെഡർ ഫയൽസും കൂടെ കൗണ്ട് ചെയ്യും. സോ 5. ഫിസിക്കൽ LOC എന്ന് പറയുന്നത് 5. ആൻഡ് ലോജിക്കൽ LOC എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഈ സ്റ്റേറ്റ്മെൻറ്റും മാത്രമേ എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. സോ ലോജിക്കൽ LOC ഈസ് 2. Let's see what are the disadvantages. So lines of code എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a numerical value of problem size that can vary depending on the individual coding style and it will be different for different programmers. Okay, and it is a measure of coding activity alone and a good problem size measure should consider the total effort needed to specify the design, code, test, etc. It's not just coding effort. Okay, so even though the design might be very complex, the code might be straightforward and vice versa. എത്ര കോംപ്ലക്സ് ആണെങ്കിലും നമ്മുടെ കോഡ് സ്ട്രെയിറ്റ് വേ കോഡ്, ഒരുപാട് കോംപ്ലക്സ് ആകാതെ കോഡിനെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻസ് ഓഫ് കോഡ് കുറയ്ക്കാൻ പറ്റും. എത്രത്തോളം ലൈൻസ് ഓഫ് കോഡ് കുറയ്ക്കും അതാണ് യൂസറിന് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന കാര്യം. ആൻഡ് LOC മെഷർ correlates the quality and efficiency of the code. As the size of code is big, does not necessarily imply that it is better quality and have high efficiency. Okay, കോഡിൻ്റെ ലെങ്ത് കൂടിയെന്ന് വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കോഡിൻ്റെ വർക്കിങ്ങിനെ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അറിയേണ്ടത്. ഓക്കെ, then LOC metric penalizes the use of high level programming languages, then code reuse, etc. Then LOC metric measures the lexical complexity of a program and it does not address the more important but subtle issue of logical or structural complexity. Okay, ലോജിക്കൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റിയെ കുറിച്ച് അത് ചിന്തിക്കുന്നേ ഇല്ല. ലെക്സിക്കൽ കോംപ്ലക്സിറ്റി, അതായത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ വേരിയബിൾസും കാര്യം, അപ്പോൾ അത് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ചെക്ക് ചെയ്യുന്നുള്ളൂ. If two programs have same LOC count, the program with nested loop and decision construct requires more effort with respect to program having sequential control flow. അപ്പോൾ നമ്മൾ രണ്ട് പ്രോഗ്രാമിൻ്റെ കേസ് എടുക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് നെസ്റ്റഡ് ലൂപ്പും ഡിസിഷൻ കണ്ടീഷൻസും ഉള്ളതും, ഒരെണ്ണം എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഫ്ലോയാണ്. പക്ഷെ നോർമലി നമ്മുടെ നെസ്റ്റഡ് ലൂപ്പും ഡിസിഷൻ ലൂപ്പും ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ കോംപ്ലക്സിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫേർട്ടും ഡ്യൂറേഷനും ഒക്കെ അതിന് കൂടുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ആക്യുറേറ്റ്ലി എസ്റ്റിമേറ്റ് ദ ലൈൻസ് ഓഫ് കോഡ് ഇൻ ഫൈനൽ പ്രോഡക്റ്റ് ഫ്രം ദ പ്രോബ്ലം സ്പെസിഫിക്കേഷൻ. ഇത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഒരിക്കലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ലൈൻസ് ഓഫ് കോഡ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇസ് എ ഫങ്ഷൻ പോയിന്റ്. നമ്മളിപ്പോൾ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ലൈൻസ് ഓഫ് കോഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫങ്ഷൻ പോയിന്റ് മെട്രിക് കൊണ്ടുവന്നത്. So one of the important advantage of using function point metric is that it can be used
to easily estimate the size of software, and it will be directly related with the problem specification. Okay, and there are certain ideas behind function point, that is, the size of software product is directly dependent on the number of different functions or features it supports. So conceptual idea function point പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഓർ ഫീച്ചേഴ്സ് ഇറ്റ് സപ്പോർട്ട്സ്. And each function, when invoked, it will read some input data and transform it to corresponding output data. Okay. In addition to this, the size is also dependent on the number of files and number of interfaces. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ ചുമ്മാ അങ്ങ് ലൈൻസ് ഓഫ് കോഡ് കാൽക്കുലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ ഓരോ പ്രോഗ്രാമിംഗ് പാറ്റേണിലും നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു വെയിറ്റേജ് കൊടുക്കുകയാണ്. ഒരു വെയിറ്റേജ് വെച്ചിട്ടാണ് ത്രൂ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ പോയിന്റ് മെട്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്സ്. അതായത് ഒരു യൂസർ ഒരു സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണോ ആ ഇൻപുട്ട് ഡേറ്റയാണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദർ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഇൻപുട്സ്. അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്നതിനെല്ലാം എന്ത് ചെയ്യും, ഒരു സിംഗിൾ ഇൻപുട്ടായിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, ദ സെക്കൻഡ് തിങ് ഇസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവാട്ട് ലൈക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻറ്റഡ് ഫോമിലുള്ള ഔട്ട്പുട്ടോ ഒക്കെ ആയിട്ട് കിട്ടുന്നതിന്, അതും റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ അതിനെ ഒരേപോലെയുള്ള ഒരേ ക്ലാസ് ഓഫ് ഔട്ട്പുട്ടിനെ ആണെങ്കിൽ ഒരെണ്ണമായിട്ടേ കൗണ്ട് ചെയ്യത്തുള്ളൂ. ദെൻ ദ തേർഡ് വൺ ഇസ് നമ്പർ ഓഫ് ഇൻക്വയറീസ്. നമ്പർ ഓഫ് ഇൻക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത്